ഗുരുതങ്ങനെ മാറി സ്ഥലം മാറും. ആ സ്ഥലം മാറും. അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ആ കിഴക്കൊന്ന് പടിഞ്ഞാട്ട് പോവും. പുറത്ത് വല്ലതൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാനാവട്ടെ. കന്നുകാലി, ആട്, മൃഗങ്ങൾ, വെള്ളം കൊടുക്കുക, തീറ്റ കൊടുക്കുക, കൊണ്ടാ കെട്ടുക. മനുഷ്യരുടെ കാര്യം മനുഷ്യർക്കറിയാമല്ലോ, ഓരോന്നും ചെയ്യാൻ അങ്ങനെയാണ്. അതങ്ങൾക്ക് അറിയാവും. അതൊക്കെ അറിയത്തില്ല, അതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരാരെങ്കിലും പറയട്ടെ, എന്നാലും തീരുമാനം തീർക്കാനുള്ള പുറത്തുള്ള ജോലിയൊക്കെ തീർക്കാൻ ആണുങ്ങൾ പോയി ചെയ്യും. ചവച്ചുകൊണ്ട് നടക്കാം. അമ്മയോ? അമ്മ എവിടെയെങ്കിലും ഇല്ലല്ലോ. അമ്മയിലെ മുമ്പിൽ നിൽക്കണേ. മുമ്പിൽ നിൽക്കുന്ന അമ്മയാന്നേ. എവിടെ? എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. എൻ്റെ മുമ്പിൽ എവിടെ ഇരിക്കുന്നു? ദേ ആ നിൽക്കുന്നത്, എന്നോട് വർത്തമാനം പറയണത്. അതാ എൻ്റെ അമ്മ. അത് നീയാ? എൻ്റെ അമ്മ എന്നോട് വർത്തമാനം പറയണേ. പിന്നെ ആരാ? അമ്മയെന്ന് പറഞ്ഞാൽ അത്രയും തിരിയല്ല. അപ്പോൾ തിരിയല്ലേ? പ്രായമായില്ല. എൻ്റെ അമ്മ എന്നോട് വർത്തമാനം പറയണേ. എൻ്റെ അമ്മയാണ് എന്നോട് വർത്തമാനം പറയണത്. ആ, വേറെ ആരുമല്ല. അമ്മയ്ക്ക് നടക്കുകയൊക്കെ ചെയ്യാവോ? പിന്നെ അമ്മയ്ക്ക് നടക്കുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല. വേണേ ഓടും. പള്ളിയിൽ പോകാവോ? പള്ളിയിലൊന്നും പോകത്തില്ല. പള്ളിയിലൊന്നും പോയി ഇരിക്കില്ല. ഇങ്ങനെ ഒളിഞ്ഞു നോക്കിയൊക്കെ നടക്കും. അതുകൊണ്ട് പള്ളി കൊണ്ടുപോകുന്നില്ല. പള്ളിയൊക്കെ ഇപ്പോൾ ഇങ്ങനെ ഒളിഞ്ഞൊക്കെ നോക്കി നടക്കും. ഇങ്ങനെ ഒളിഞ്ഞൊക്കെ നോക്കി നടക്കും. അതിലേക്ക് നോക്കിക്കൊണ്ട് നടക്കും. അതുകൊണ്ട് പള്ളിയിലൊന്നും കൊണ്ടുപോകുന്നില്ല. പോയില്ലെന്നേ, കൊണ്ടുപോകുന്നില്ലെന്നേ. കഞ്ഞി കുടിച്ചായിരുന്നോ? കഞ്ഞി കുടിച്ചായിരുന്നോ? ഞാൻ അമ്മേനെ കാണാൻ നോക്കിക്കൊണ്ട് ഓടുക. അമ്മേനെയോ? അമ്മയെ കണ്ടത് ആളെ പറഞ്ഞു. ആഹാ, അമ്മ എവിടെ പോയതിന്? അമ്മേനെ എവിടെ പോയതാ? ആര്? ഞാനോ? അമ്മ. അമ്മ ഞാനിവിടെ വന്നിട്ട് വരുന്നതിനൊന്നും അമ്മയെ കണ്ടിട്ടില്ലല്ലോ. അമ്മ എവിടെയായിരുന്നു? അമ്മ ഇവിടെയല്ലേ. ഞാൻ അവിടെ എൻ്റെ വീട്ടിലല്ല. ഏത് വീട്ടില്? അതെങ്ങനെ ഞാൻ അവിടെ രാത്രി മുഴുവൻ വണ്ടി നോക്കുക. ഈ രാത്രിക്കാ? ഈ പകലാണോ രാത്രി? ഇന്നോട്ടുച്ചയ്ക്ക് എന്ത് മഴക്കാറാണ്? എവിടെ? ആകാശത്ത് നോക്കണം. ആകാശത്തില്ലെങ്കിൽ ഒരു മഴക്കാറുമില്ല. ഭയങ്കര വെയിലാ. ഇപ്പം മഴക്കാറാണ് കണ്ടിരിക്കണം. ചുമ്മാ അങ്ങ് പറഞ്ഞേക്കോ മഴക്കാറാന്ന്. എവിടെ മഴക്കാറ്? ഭയങ്കര വെയിലാ, ഭയങ്കര ചൂടാ. ഇവിടെ ആവി എടുത്തിട്ട് ഇരിക്കാൻ മേല. ചെപ്പരത്തിപ്പൂവാ. ചെപ്പരത്തിപ്പൂ പറിക്കാൻ പോകുന്നുണ്ടോ? തലേ തേക്കാൻ പറിക്കാൻ പോകുന്നുണ്ടോന്ന്? തലയിലേ തലേ തേക്കാൻ പറിക്കാൻ പോയില്ലായിരുന്നോ നേരത്തെ? ആ ആ, ഇപ്പൊ വേണ്ടേ? ആ, അതല്ലേ നേരത്തെ പോയി അവിടെ പറിച്ചോണ്ട് വന്ന് തേച്ചോണ്ടിരുന്നല്ലേ? ആ, അതാണ് ചെലി കുറവ്. ചെമ്പരത്തിയുടെ പൂവ് കൊണ്ടൊന്നും വലിയ കാര്യം. പോവില്ല, ഇലയുടെ കാര്യമാണ് പറഞ്ഞേ. ഇല പറിക്കാൻ പോകുന്നുണ്ടോന്നാ ചോദിച്ചേ. പറിക്കാൻ പോകുന്ന ആരാ പറഞ്ഞേ? ആ, പണ്ട് പോയി പറിച്ചോണ്ടിരുന്നല്ലേ? എന്താ പോയി പമ്പ് ഈ പാത്ത് പോയിരുന്ന് തന്നെ പറിച്ചോണ്ടിരുന്നതല്ലേ? പറിച്ചോണ്ട് വന്നിട്ട് കുളിക്കാനായിട്ട്. ആര്? നിങ്ങൾ. എനിക്കെങ്ങും വേണ്ട. ആണുങ്ങൾ കുളിച്ചാൽ നല്ലതാ. ആണോ? ആണുങ്ങൾ കുളിച്ചാൽ ഗുണം. മറ്റുള്ള സാധനത്തെ സോപ്പിട്ട് തേക്കുന്നതിലൊക്കെ എന്ത് സുഖമാണ്. ആണോ? ആണുങ്ങൾ കുളിച്ചാൽ ശരീരം ആ ശരീരം വെളുക്കുവോ? ഉറക്കവും വരും. ആ, പമ്പയ്ക്ക് ഉറക്കമില്ലെന്നല്ല പറഞ്ഞു. ഇച്ചിരി തേച്ചാലോ? വേണം. നിങ്ങളാരും തലേ കണ്ടു പത്താൾ വേറൊന്നും ഇട്ട് തേക്കുക. ആണോ? ചെമ്പരത്തേരെ പൂവെല്ലാം കിടക്കണം. പൂവുള്ളതുകൊണ്ടാ? ഒത്തിരി ഉണ്ട്. കൊമ്പ് അരച്ച് പോവാ. ആ, കൊമ്പ് നിറച്ച് പോവാ. നേരാ, കൊമ്പ് നിറച്ച് പോവൊന്നുമില്ല, എന്നാലും പൂവുണ്ട്. പൂ പറിക്കാൻ പോണോ? ചെമ്പരത്തി പറിക്കാൻ പോണോ? എന്താ പറയുക? ചെമ്പരത്തി അല്ലേ? പിന്നെ ആരെന്നാത്തിന് താളി വെക്കണ്ടേ? താളി 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 താളിയോ? ആ ആ, അത് ഇപ്പം എന്നാത്തിന് അത് കുളിക്കുമ്പോൾ മനുഷ്യൻ്റെ പച്ച കുളിക്കുന്നതിന് മുമ്പ് കുറച്ചാൽ പറഞ്ഞു. ആ, ഇപ്പം എന്നാ പറിച്ചു വെക്കണം? വേണ്ടേ?
ചെമ്പരത്തിപ്പൂവാണെങ്കിൽ എന്തോരം നിൽക്കുന്നത്. ആ അതിൽ കൂട്ടാടുത്തോളം കുറച്ച് തേച്ചാൽ മതി. മതിയോ? എല്ലാം റെഡിയാവും. തലേ കിടക്കാൻ പോകട്ടോ. സമയം ഒത്തിരിയായി. ഇത്ര നേരം കിടക്കുമല്ലായിരുന്നോ? നിങ്ങളെ കിടക്കണേ എവിടുന്ന്? ഉച്ചക്കാരാ കിടക്കണേ? കുറേ ഏറ്റാണോ? ഉച്ചക്കാരാ കിടക്കുന്നേ? ഉച്ചയ്ക്കാണോ? പിന്നെ എനിക്കറിയത്തില്ല. ഞാൻ എൻ്റെ കാര്യം എനിക്കറിയത്തു. ആ നിങ്ങളൊക്കെ ഉച്ചയ്ക്കാണോ കാലത്താണെന്ന് ഞാനിങ്ങനെ അറിയത്തു. അതല്ലേ പറഞ്ഞു. ഞാൻ എൻ്റെ വീട്ടിലല്ലേ. വീട്ടിലാണോ? ഉറക്കമില്ലേ? ഉറക്കാനോ? ഉറക്കാൻ സമയമായില്ലല്ലോ. കഴിഞ്ഞ സമയമായില്ലേ? ഏയ് അയ്യോ, ഇനി എന്തോ ഇനി അധികം സമയമില്ലല്ലോ. ആ ഇനി എന്തൊരു സമയമുണ്ട്? ഇല്ലേ ഇല്ലേ? എന്നാ ഒന്നങ്ങ ഉറങ്ങിക്കോ. ഒന്നങ്ങോട്ട് ഉറങ്ങിക്കോ. ഒന്നും ഉറങ്ങണമെങ്കിൽ കിടക്കണം. വേറെ ഒരു ശല്യം ഇല്ലാതെ കിടക്കണം. ആ എന്നാ പോയി കിടന്നോ. ആരും ശല്യമില്ലല്ലോ. ശല്യമേ ആരും ശല്യം ഇല്ലല്ലോ. ശല്യത്തിന് ആരെങ്കിലും പറയുകയാണെങ്കിൽ ശല്യമല്ലേ? ആരാ വരാനുള്ളേ? ഭയങ്കര മഴക്കാറാണല്ലോ. നേരം കുറച്ച് പെയ്യാനായിരിക്കും. വണ്ടി പോകണം ഇപ്പോഴും. വണ്ടി പോകുന്നു മാത്രം ഒരു പോകും. ആകാശം മുഴുവൻ മഴക്കാറാണ് കേട്ടോ. മഴ പെയ്യാനാണ് തോന്നുന്നു. എന്നാ ഏതാ? ഇവിടെ ഒരു കാട്ടിൽ കിടപ്പുണ്ടല്ലോ. അതെല്ലാവരും കിടക്കണില്ലേ? അതെല്ലാവരും കിടപ്പാരില്ലേ? കിടന്നോണ്ടിരിക്കണേ ആരാ? ആരാ കിടന്നോണ്ടിരിക്കുന്നേ? അതിലാരാ കിടന്നോണ്ടിരിക്കുന്നേ? എനിക്കറിയത്തില്ല. അമ്മയ്ക്ക് അറിയത്തില്ലേ? ഞാൻ കണ്ടിട്ടേ ഇല്ല. അമ്മ കണ്ടിട്ടേ ഇല്ല. അത് കൊള്ളാം. അമ്മയുടെ അടുത്ത് കിടക്കുന്ന ആരാ നമ്മ കണ്ടിട്ടേ ഇല്ല. ഞാനിവിടെ കണ്ടിട്ടില്ലല്ലോ. ഇല്ലേ? ഇന്ന് വന്നേ ഉള്ളോ? ഞാനിപ്പോ ഇന്നാ കിടക്കാൻ വന്നിരിക്കാൻ. അല്ല ഞാനിവിടെ കണ്ടിട്ടില്ല. ആ പിന്നെ എവിടെയായിരുന്നു കിടന്നോണ്ടിരുന്നേ? എവിടെയായിരുന്നു? ഇവിടുത്തെ പേരൊന്നും എനിക്കറിയത്തില്ല. ആ അമ്മ എവിടെയാ? വീട്ടിലാണോ കിടന്നോണ്ടിരുന്നേ? അമ്മയുടെ വീട്ടിലാണോ കിടന്നോണ്ടിരുന്നേ? അമ്മയുടെ വീട്ടിലാണോ കിടന്നോണ്ടിരുന്നേന്ന്? വീട്ടിലാണോന്ന്? പിന്നെ ആ പിന്നെ എവിടെയാ? ആണോ? ഇവിടെ ആയിരുന്നപ്പം വീട്ടിലൊന്നും അല്ല. ആ ഇതൊരു വീടല്ലേ? ഇത് വീടല്ലേ? ഇത് വീടാ. ആ പിന്നെ നേരത്തെ വീടല്ല. പണിയിപ്പിച്ച് ഈ പണിയിപ്പിച്ചല്ലല്ലോ. പണിയിപ്പിച്ച ഇവിടെ കിടക്കാൻ. ആര് പണിയിച്ച്? ഇവിടുത്തെ കാരണന്മാർ. ഏത്? ഇവിടുത്തെ കാരണന്മാരേതാ? ഞാൻ അറിയാലല്ലോ. ഇവിടുത്തെ കാരണന്മാർ ആരൊക്കെയാ? ഞാൻ അറിയാല. ഇവിടുത്തെ കാരണന്മാരും അപ്പന്മാരും അമ്മമാരും ഒക്കെ. അവരുടെ പേരെന്നാ? അവരൊക്കെ എല്ലാവരും ഉണ്ടാകുന്നോളോ. ഇവിടുത്തെ കാരണന്മാരെ പേരെന്നൊക്കെയാ? എല്ലാം അറിയാവോ? അതൊന്ന് രണ്ടുമൂന്ന് പേര് പ്രായം കുറഞ്ഞതാ. അവരൊക്കെ അവർ താമസിക്കുന്നു. ഇവിടുത്തെ കാരണന്മാരെ പേരറിയാവോ? കാരണന്മാരുടെ പേരുകൾ അറിയാവോ എന്ന്? ആ അവരൊക്കെ പതിവേം പോവുകയും ചെയ്യും. അവർ പേരറിയാവോ? ആരൊക്കെയാത്തുള്ള? രാത്രി പോകാനൊത്തിൻ്റെ ഇവിടെ കിടക്കും. ജോലിയും ചെയ്തു നേരം പുറത്തേക്ക് പോകും. അവരുടെ പേരെന്നാ? അങ്ങനെയാ എല്ലായിടത്തും. ആണോ? ഞങ്ങളുടെ വീട്ടിലൊക്കെ അങ്ങനെയാ. അവർ കിടക്കാൻ വേണ്ടി മാത്രം വന്നതല്ലേ? അവർ കിടക്കാൻ വേണ്ടി മാത്രം വരുന്നതാണോ? കിടക്കാൻ വേണ്ടി മാത്രം വരുന്നതാണോന്ന്? അല്ലെന്നേ. അത് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിയും. പിന്നെ കിടക്കണ്ട. അതിന് വീട്ടിൽ കിടക്കും. ആ പിന്നെ വരികയില്ലെന്ന് പറഞ്ഞോണ്ടായോ പറഞ്ഞേ? പുറത്ത് പോയാലല്ല ഭക്ഷണം കഴിക്കാം. വീട്ടിൽ ഭക്ഷണമൊക്കെ കഴിച്ചല്ലേ കുളിച്ചേച്ചും വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചല്ലേ കിടക്കാം. പ്രാർത്ഥനയും കുരിശോരെയൊക്കെ കഴിക്കും. കാരണന്മാരുടെ പേരൊക്കെ എന്നൊക്കെയാ? കാരണന്മാരുടെ പേരൊക്കെ എന്നൊക്കെയാന്ന്? കാരണന്മാരുടെ പേരേ പേരുകൾ എന്നാന്നാ ചോദിച്ചേ? പേരുകള് പേര്. പേരോ? എന്നത്തിന്റെ? കാരണന്മാരുടെ. കാരണന്മാരെന്നാ താത്തൻ്റെ പേര് വർത്തി. അമ്മയുടെ പേര് ശ്രേയസ്യ. അവർ രണ്ടുപേരുണ്ടായിരുന്നല്ലോ. അവർ രണ്ടുപേരേ ഉള്ളോ? പിന്നെ വേറെ വേറെ എവിടെ ആയിരിക്കും? വല്യപ്പൻ. വല്യപ്പൻ വല്യപ്പൻ അവരൊക്കെ പോയിട്ട് എത്ര വർഷങ്ങളായി? ആണോ? വല്യമ്മയും
ഇപ്പം അവർ പോയിട്ട് തന്നെ 10-30 വർഷമായില്ല. ആ വല്യപ്പനും വല്യമ്മ അതിന് മുമ്പ് പോയി അല്ലേ? അവർ നല്ല നല്ല പ്രായത്തിൽ പോയി. ആണോ? അമ്മ ഉണ്ടാകുന്നതിന് മുമ്പ് പോയോ? അവർക്ക് പ്രായം ചെന്ന ഒത്തിരി പ്രായമായ വെച്ച് പിള്ളേരായിട്ട് അവർക്ക് ജോലിയായിരുന്നു. ആ അവർക്ക് എന്നാ ജോലി? അവർക്ക് എന്നായിരുന്നു ജോലി? കൃഷിയായിരുന്നോ? അവരുടെ എന്നായിരുന്നു ജോലി? കൃഷിയായിരുന്നോന്ന്? അവർക്ക് ജോലിയൊക്കെ ഉണ്ടായിരുന്നു. എന്നാ ജോലി? ഓരോ തരത്തിൽ ഓരോ സമയത്ത് ഓരോ ജോലി. കൃഷിപ്പണിയായിരുന്നോ? കൃഷിയായിരുന്നോന്ന്? കൃഷി പറമ്പല്ലേ കൃഷിയായിരുന്നോന്ന്? കൃഷിയല്ല. ആ കൃഷി ഉണ്ടായിരുന്നു. കൃഷി ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി ചെയ്യും. ആ അങ്ങനെ ഒരു വർഷം 2-3 ദിവസത്തെ ജോലിയാണ് കൃഷിയായിട്ട്. ഒരാഴ്ചത്തെ 2 ആഴ്ചത്തെ. അത് കഴിഞ്ഞിട്ട് പിന്നെ കൃഷിയില്ല. പിന്നെ അവർ പിന്നെ ഉള്ള പണിയൊക്കെ നോക്കും. നിങ്ങൾ ആരൊക്കെ കൃഷിക്ക് പോയിക്കൊണ്ടിരുന്നത്? ഇഞ്ചി നടിയിലായി, മഞ്ഞൾ നടിയിലായി. നിങ്ങൾ ആരൊക്കെ കൃഷി ചെയ്തോണ്ട് കൂടെ പൊക്കോണ്ടിരുന്ന കൃഷി ചെയ്യാനായിട്ട്? കൃഷിയായി. കൃഷി ചെയ്യാനായിട്ട് ആരൊക്കെയാ പൊക്കോണ്ടിരുന്നേ? ആരാ? ചാച്ചൻ്റെ അമ്മയുടെ കൂടെ കൃഷി ചെയ്യാൻ ആരൊക്കെയാ പൊക്കോണ്ടിരുന്നത്? മക്കള് ആരൊക്കെയാ പൊക്കോണ്ടിരുന്നേ കൃഷി ചെയ്യാനായിട്ടേ? ആ കുറുപ്പന്തറയ്ക്ക് കുറുപ്പന്തറ ഓഫീസിൽ പോണം. ഇച്ചിരി മുമ്പേ പറഞ്ഞാലും അറിയത്തില്ല ഇതല്ല രോമോൻ എന്നൊക്കെ പറഞ്ഞത്. ആരാ കക്കൂസിൽ ആരാ കേറുന്നേ? ഞങ്ങൾ ആരും കേറാറില്ല. എലിക്കുട്ടി മാത്രമേ അന്തം ബന്ധമില്ലാതെ കക്കൂസിൽ കാതല്ല തുറന്നിട്ട് അങ്ങനെ ആരാ? എല്ലാവരും അതിനകത്ത് കയറി ഒളിച്ചിരിപ്പുണ്ടോ? എല്ലാവരും കയറി ഇരിപ്പുണ്ടോ? എലിക്കുട്ടി അവിടെ വല്ലവരും കയറി ഒളിച്ചിരിപ്പുണ്ടോന്ന്? കക്കൂസില് അവിടെ ആവിനകത്തേ വല്ലവരും കയറി ഒളിച്ചിരിപ്പുണ്ടോന്ന്? കുളിമുറി കയറി വല്ലവരും ഒളിച്ചിരിപ്പുണ്ടോന്നാ ചോദിച്ചേ. കുളിമുറിയിലേ എല്ലാവരും കയറി ഒളിച്ചിരിപ്പുണ്ടോ? തുറന്നിട്ടിരിക്കുന്നോണ്ട് ചോദിച്ചതാ. ആണോ? എന്നാ ഇല്ലായിരിക്കും. ഇല്ലല്ലേ? ഒന്നും കഴിക്കാൻ അവിടെ സഹായിക്കും. ഇവിടെ വെട്ടക്കോണം ലാവിന് നല്ല വെട്ട. ലാവാണോ? വൃക്ഷങ്ങൾ കുറവുള്ളിടത്ത് വെട്ടം കിട്ടും. സൂര്യൻ ഉദിച്ച് നിൽക്കണ നിലാവൊന്നുമല്ല. സൂര്യൻ ഉദിച്ച് നിൽക്കുന്ന നിലാവൊന്നുമല്ല. നിലാവൊന്നുമല്ലെന്ന് സൂര്യൻ ഉദിച്ച് നിൽക്കുന്നതാണ്. സൂര്യനെ ഉദിച്ച് നിൽക്കുന്നതാണ്, നിലാവല്ലെന്നാ പറഞ്ഞേ. സൂര്യനോ? ആ സ്ഥലം മാറും. സ്ഥലം മാറും. അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി. കിഴക്കുന്ന് പടിഞ്ഞാട്ട് പോവും. അങ്ങനെ പടിഞ്ഞാട്ട് പൊക്കോണ്ടിരിക്കുക. ഒരു സ്ഥലത്ത് ഉദിച്ച് നിന്നാൽ ചിലപ്പോൾ 1-2 മണിക്കൂറോളം നിൽക്കും. അത് കഴിഞ്ഞിട്ടേ പിന്നെ പോകും. ഒന്നാമത്തെ അവിടെ ശരിയാവും. ഇങ്ങനെയാ അവിടെ മൊത്തം വെളുത്തിരിക്കും. അതൊക്കെ അവർക്ക് ദൈവം ഈശോ അത് ഉള്ള അറിവൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് കാരണം മനുഷ്യർക്ക് ബുദ്ധിമുട്ടില്ല. ഇല്ലെങ്കിൽ എന്നാ പാടാം. ഇച്ചിരി വെട്ടം കിട്ടണം. നമ്മൾ ഉണ്ടാക്കിയാൽ ഇച്ചിരി കഴിയുമ്പോൾ പോകും, പിന്നെ ഇല്ല. അമ്മയുടെ വീഡിയോകൾ ഇഷ്ടമായവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ലൈക്കുകളാണ് ഞങ്ങളുടെ എനർജി.